ആ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അയാളുടെ ജോലി താൽക്കാലികമായിട്ടെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് തന്നെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു അന്വേഷണമൊന്നും നടത്താതെ ഒരാളെ അയാളുടെ ജോലി നിഷേധിക്കുക എന്ന് പറയുന്നത് നീതി നിഷേധമാണ്. അയാൾ അവസാനം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനായിട്ട് ഒരുങ്ങുകയാണെന്ന് പറയപ്പെടുന്നു. മീഡിയയിൽ നിന്ന് കാണുന്നതാണ്. അയാൾ ഒരു നിരാരംഭനായിട്ടെന്ന് പറയുന്നതാണ്. ഞാനൊക്കെ വെറും പാവപ്പെട്ടവനാണ്, ഇവരൊക്കെ വലിയ ആൾക്കാരല്ലേ, അതുകൊണ്ട് ഞങ്ങളൊന്നും പറഞ്ഞാലൊന്നും ഞങ്ങളുടെ ശബ്ദത്തിനൊന്നും ഒരു വിലയില്ല എന്നുള്ള രീതിയിൽ അയാൾ പ്രതികരിക്കുന്ന കണ്ടു. അതൊക്കെ ഈ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയ്ക്ക്, അതുപോലെ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഈ മേയർക്കും ആ എം എൽ എക്കും ഒക്കെ ഒരുപാട് ദോഷം ചെയ്യുന്നതല്ലേ. ഇതിൻ്റെയൊക്കെ എന്തിനാണ് ഈ ചെറുപ്പത്തിൽ ഇവർ ഈ ദ്രോഹവും ദോഷവും ഒക്കെ പിടിച്ചു വെക്കുന്നത്? അതില്ലാതെ പോയിക്കൂടെ? നല്ല ഭാവിയുള്ള ഒരു കുട്ടിയല്ലേ, നല്ല രീതിയിൽ അതിനെ ഉയർന്നു പോയിക്കൂടെ? എന്തിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? അതേതായാലും അയാൾ ഹൈക്കോടതിയൊക്കെ സമീപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഒബ്സർവേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അയാൾ ചെയ്തിട്ട് കേസെടുക്കാത്ത, അയാളുടെ പരാതിയിൽ കേസെടുക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് എന്ത് പറയും? ഇനി ഇവർക്കെതിരെ കേസും കൂടെ എടുക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് മാറത്തില്ലേ? അയാൾ ക്ഷമ പറഞ്ഞെന്ന് അയാൾ പറയുന്നു. ഇവരെ വിളിച്ച് ക്ഷമ പറഞ്ഞപ്പോഴും ആ ക്ഷമ സ്വീകരിക്കാൻ നമ്മുടെ ബഹുമാനിയായ മേയർ തയ്യാറായില്ല എന്നുള്ളതാണ് അയാൾ പറയുന്നത്. അയാൾ വളരെ അന്തസ്സായിട്ടാണ് പറഞ്ഞത്. അന്നേരം അയാൾ ഇമ്പൾസീവായിട്ട് പ്രതികരിച്ച് കാണുമായിരിക്കും, എനിക്കറിയില്ല എന്താണെന്ന്. നിങ്ങൾ ഞാൻ ആരാണെന്ന് അറിയാവോ എന്ന് എം എൽ എ ചോദിച്ചെന്നും നിങ്ങൾ ആരായാലും എനിക്കെന്താണ് എന്ന് അയാൾ ചോദിച്ചെന്നും പറയുന്നു. ശരിയല്ലേ? ഒന്നാമത് ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? നമ്മൾ ആരായാലും എന്താണ്? വേറൊരാളെ അറിയണമെന്ന് നമുക്ക് ഇത്ര നിർബന്ധം എന്തോ നമ്മൾ ആരാണെന്ന്? ഞാൻ വലിയ ആളാണെന്നും മറ്റൊരാൾ അറിയണം എന്ന് സമൂഹത്തിൽ എനിക്കൊരു ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. നമുക്ക് ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് പ്രിൻസിപ്പിള്. അതായത് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുക എന്നിട്ട് റെസ്പെക്റ്റ് വാങ്ങുക. ആദ്യം നമ്മൾ ഒരാളെ ബഹുമാനിക്കാൻ പഠിക്കുക, അയാളെ അംഗീകരിക്കാൻ പഠിക്കുക, എന്നിട്ട് അയാളുടെ എന്നുള്ള റെസ്പെക്റ്റ് നമ്മൾ വാങ്ങുക. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ആയിരിക്കണം നമ്മുടെ ലൈഫ്, പ്രത്യേകിച്ചും പൊതുപ്രവർത്തകരുടെ ലൈഫ്. ഇത് ഞാൻ ആ കുട്ടിയെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. അതിനെ എന്തെങ്കിലും മോശമായിട്ട് അതിൻ്റെ അടുത്ത് പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നടപടി വേണം, അതെല്ലാം വേണം. പക്ഷേ പൊതുനിരത്തിൽ ഇതിങ്ങനെ ഒരു അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിൽ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞതേ. നമ്മൾ ഒരുപാട് വലിയ ആളുകളാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വലുതാവും തോറും ഉണ്ടല്ലോ എളിമ കൂടണം. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. നമ്മൾ പൊതുജനങ്ങളുടെ ജോലിക്കാരാണ് നമ്മളൊക്കെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് വേണം. അതിപ്പോൾ ജഡ്ജി ആയാലും ഇതുപോലെ തന്നെ മന്ത്രി ആയാലും മേയർ ആയാലും ആരായാലും എം എൽ എ ആയാലും നമ്മൾ പൊതുജനങ്ങളുടെ ജീവനക്കാരാണ്. പൊതുജനങ്ങൾ നമ്മളെ നിയമിച്ചേക്കാണ് അവരെ നോക്കാൻ വേണ്ടി എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് എപ്പോഴും വേണം. ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ എളിമ ഉണ്ടാവത്തില്ല. റോഡിൽ തടസ്സമൊക്കെ ഉണ്ടാവാം, അതിനവിടെ ഇറങ്ങി നിന്ന് വഴക്കൊന്നും ഉണ്ടാക്കരുത്. അതിന് വേറെ മാർഗങ്ങളുണ്ട്, നിയമപരമായ മാർഗം ഇവർക്ക് സ്വീകരിക്കാമായിരുന്നു. അതിന് പകരം ഇമ്പൾസീവായിട്ട് പ്രവർത്തിച്ചതാണ് ഈ കുട്ടി ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്. അത് ശരിയായില്ല. പിന്നെ അതിനെ ന്യായീകരിക്കണം അപ്പോൾ അതിന് വേണ്ടിയുള്ള തത്രപ്പാടിലാണിപ്പോൾ. പക്ഷേ ഇതൊന്നും നല്ല ഒരു കാര്യമല്ല. പൊതുജനങ്ങളുടെ ഇടയിൽ വളരെ അവമതിപ്പുണ്ടാക്കും. അവർ അനാവശ്യങ്ങളൊക്കെ വിളിച്ചു പറയും. പോരെങ്കിൽ ഈ ന്യായീകരണ തൊഴിലാളികളും അതുപോലെ തന്നെ ഇതിന് പ്രതികരിക്കുന്ന ആളുകളും ഒക്കെ ഈ മീഡിയയിലൊക്കെ, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാടുണ്ട്. അവരെ കണ്ട അനാവശ്യങ്ങളൊക്കെ വിളിച്ചു പറയും. ഞാനതിൻ്റെ ലീഗാലിറ്റിയെക്കുറിച്ച് മാത്രമേ ബാക്കി പറയുന്നുള്ളൂ. അതിനകത്ത് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ട്രാൻസ്പോർട്ട് ബസ് ഉണ്ടല്ലോ, KSRTCയുടെ ബസ്, അതിൽ യാത്രക്കാരുണ്ടായിരുന്നു. അത് തടഞ്ഞു നിർത്തിയിട്ട് യാത്രക്കാരെ ഇറക്കി വിട്ടു. അവിടെ തമ്പാനൂർ പോകേണ്ടവരാണ്. അവരിറങ്ങിയില്ലായിരുന്നെങ്കിലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അവർ പറയുക, ഞങ്ങൾക്ക് കാശ് വേണം, ഞങ്ങൾ തമ്പാനൂർ പോകേണ്ടതാണ്, ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റിയല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവർ ബുദ്ധിമുട്ടിലാവത്തില്ലേ? അപ്പോൾ അത് ഒരു അധികാരത്തിൻ്റെ അനിയന്ത്രിതമായ ഒരു അധികാര ദുർവിനിയോഗം ആയിട്ട് ഇത് മാറിയെന്ന് പറഞ്ഞാൽ അതൊരർത്ഥത്തിൽ സത്യമല്ലേ? ഈ ബസ് തടഞ്ഞിടാൻ പറ്റുമോ? മാത്രമോ ഒരു പബ്ലിക് സർവൻ്റ് ആണ് അയാളും ഇവരെ പോലെ തന്നെ. അപ്പോൾ അയാളെ റോഡിൽ തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഒഫൻസാണ് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച്. അതിനൊക്കെ നടപടി ഉണ്ടാവേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് പോലീസ് കേസെടുത്തില്ല. അതിന് കേസെടുക്കാത്തതിൻ്റെ കാരണം പറയുന്നത് നിയമലംഘനം നടത്തിയ ആളെ തടഞ്ഞു വെച്ചതാണെന്നാണ്. അയാളെ തടഞ്ഞു വെച്ചേക്കുന്നത് അയാളെ സ്വന്തമായിട്ട് റോഡിലല്ല, അയാളെ തടഞ്ഞു വെച്ചേക്കുന്ന അയാൾ ബസ്സിൽ ഡ്രൈവറായിട്ടിരിക്കുന്ന ബസ്സിനെ തടഞ്ഞതാണ്. അതിലെ യാത്രക്കാരെ മുഴുവൻ തടഞ്ഞ് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയതാണ്.
അതുപോലെ ഈ ബസ്സിന്റെ പ്രയാണം തടസ്സപ്പെടുത്തിയ അതാണ്. അപ്പോൾ ആ ചെയ്തു വെച്ച ആ ഇടപാടെന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ട് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല. അതിൽ നിർബന്ധമായിട്ട് പോലീസ് കേസെടുക്കേണ്ടതാണ്. ഒരു ഇരട്ടത്താപ്പ് എന്നുള്ള നിലയിൽ ഇത് കാണിക്കാൻ പാടില്ല. ഒരാൾ മേയറായിപ്പോയി, കൂടെ MLA ഉണ്ട്. എന്നാൽ MLA കുറെ കൂടെ ബോധമില്ലേ, അദ്ദേഹത്തിന് അത് പറഞ്ഞ് തടസ്സം ചെയ്തൂടെ? ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങിപ്പോയി ഇതുപോലൊരു പ്രകടനം നടത്തേണ്ട വല്ല കാര്യമുണ്ടോ ഇവിടെ? എന്തിനിത് ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. എന്നിട്ട് ആ കുട്ടി അതിനെ ന്യായീകരിക്കാൻ പോവുകയാണ്. എന്തിനാണ് ഇതൊക്കെ? ഇതൊന്നും അല്ല വേണ്ടത്.